നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ വിശാഖം കാല അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം ഈശ്വര വിശ്വാസമില്ലാത്തവരും അതേപോലെ തന്നെ ജ്യോതിഷത്തിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്തവർ വീഡിയോ ഒക്കെ കാണാനിടയായി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മോശഫലങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അതേപോലെ തന്നെ നല്ല ഫലങ്ങളെ, ഇപ്പം ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കുമല്ലോ. അപ്പം ഈ മോശഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഇച്ഛാശക്തി വേണ്ടേ? അത് ഒരു പരിധിവരെ ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പം ആ ഈശ്വര വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ എന്താ ഗുണം? നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുരിതങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശമായിട്ടുള്ള ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 7-ലാണ്. അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് 15-ാം തീയതി വരെ ഉദരവ്യാധി ഉണ്ടാവുക, വഴിനടക്കൽ, അലച്ചിലുണ്ടാവുക. അപ്പൊ ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് ഒരു പരിധി വരെ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അപ്പൊ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ളൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 15-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക. ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ, അതായത് വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എപ്പോഴും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായെന്ന് വരില്ല. പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, അതായത് വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നാമം ജപിക്കാം അല്ലേ? രാവിലെ ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക. അപ്പോൾ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ജൂൺ മാസം 7-ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ചൊവ്വ. 9-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരാത്തൊരു കാലയളവ്, കാര്യപരാജയം ഉണ്ടാവുക, അതേപോലെ തന്നെ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുക, അത്ര നല്ല ഫലമല്ല. പക്ഷേ ജൂൺ 7-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്നത് നല്ല ഫലത്തെയാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 10-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് 10-ാം ഭാവം എന്നതുകൊണ്ട് തന്നെ 10-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട്, അതായത് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഏതെങ്കിലും വിധേന അരിഷ്ടതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്നൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം ഉണ്ടാവുക, നല്ല ഫലത്തെയാണ് 7-ാം തീയതിക്ക് ശേഷം ചൊവ്വ 10-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന ജൂൺ മാസം ബുധന് 3 മാറ്റങ്ങളുണ്ട്. 6-ാം തീയതി വരെ 7-ലാണ്, അതിനുശേഷം 23-ാം തീയതി വരെ 8-ലേക്ക് വരും, അതിനുശേഷം 9-ലേക്ക് വരും. 6-ാം തീയതി വരെ 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല, കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, ഇഷ്ടമുള്ള ഫലമല്ല, ഉള്ള സമാധാനവും കൂടി അങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ ഒരു പരിധിവരെ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ആരെങ്കിലും ഇങ്ങോട്ട് കലഹത്തിന് വന്നു കഴിഞ്ഞാൽ തന്നെ ക്ഷമിക്കുക. 6-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുന്ന ബുധൻ, അതായത് 23-ാം തീയതി വരെ 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുന്ന ബുധൻ കാര്യസിദ്ധിയെ സൂചിപ്പിക്കുന്നു. അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക, കുറച്ച് കൂടുതൽ ഗംഭീരമായിട്ടുള്ള ഫലമാണ്, നല്ല ഫലമാണ്. കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക. സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക. ഏത് കാര്യങ്ങൾക്കും നിപുണത വന്നു ചേരുക, സാമർഥ്യം ഉണ്ടാവുക, കർമ്മസിദ്ധി വന്നു ചേരുക.
വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ 2ാം ഭാവം കൊണ്ടും ചിന്തിക്കും, ബുധനെ കൊണ്ടും ചിന്തിക്കും. ഇപ്പോൾ ബുധനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക, ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അതായത് 8-ൽ നിൽക്കുന്ന ബുധൻ വൃശ്ചികക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 9ലേക്ക് വരുമ്പോൾ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 8-ലാണ് വ്യാഴം. 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കുറച്ച് അനിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഒന്നങ്ങോട്ട് തീർന്നു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും മറ്റൊന്നങ്ങോട്ട് തുടങ്ങാം. ഒരു ഈശ്വരാധീന കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല അനുഭവങ്ങൾ നമ്മളിലേക്ക് വരാത്ത കാലയളവ്, പല വിധേന വഴി നടക്കൽ, അലച്ചിൽ. ഇപ്പം എന്തായാലും 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയാണ് മനസ്സിലെത്തി ആരാധിക്കേണ്ടത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലെത്തി തൊഴുത് കഴിഞ്ഞാൽ തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ മോശമായിട്ടുള്ള ഫലങ്ങളെല്ലാം മാറും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ, അതായത് വിദേശത്ത് താമസിക്കുന്നവർക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക. നാമസങ്കീർത്തനം വിസ്യാ സർവ്വ പാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാമജപം കൂടിയേ തീരും. നമുക്കൊരു രോഗദുരിതം വന്നു ചേരുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇത്. ആ നാമജപം എന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ ദുരിതങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാതെ ഗുരുവായൂരപ്പൻ തന്നെ നമ്മളെ കാത്തോളും. 6-ലാണ് ശുക്രൻ. 6-ൽ നിൽക്കുന്ന ശുക്രനും അത്ര നല്ല ഫലമല്ല. അസൂയാലുക്കളുടെ വർധനവുണ്ടാവുക, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ചോറ്റാനിക്കര ഭഗവതിയാണ് പ്രത്യേകിച്ച് ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. എല്ലാവർക്കും എപ്പോഴും നേരത്തെ ഗുരുവായൂർ പോയി തൊഴാൻ പറ്റിയെന്ന് വരില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ തന്നെ ചോറ്റാനിക്കരയിലും വന്ന് തൊഴാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ചെല്ലേണ്ടതായിട്ടുള്ള ദുർഗാദേവിയുടെ ഒരു സ്തോത്രം, സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തി ഹരേ ദേവി നാരായണ നമോസ്തുതേ. ഈ ലളിതമായിട്ടുള്ളൊരു സ്തോത്രം പഠിച്ചോളൂ, ജപിച്ചോളൂ. ഒരു ദുരിതം നമ്മളിലേക്ക് വന്നു ചേരില്ലേ. വളരെയേറെ ഗംഭീരമായിട്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സ്തോത്രമാണത്. സർവജ്ഞേ സർവവരതേ, സർവ അജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന ഭഗവതി, എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി വരതേ. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി, ദുഷ്ടന്മാർക്ക് ഭയങ്കരിയായിട്ടുള്ള ഭഗവതി. ഭഗവതിയെ തൊഴുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല എന്നർത്ഥം. ദുഷ്ടന്മാർക്ക് ആ ഭയങ്കരി. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തി ഹരേ ദേവി. എല്ലാ ആർത്തി, ആർത്തി എന്ന് പറഞ്ഞാൽ സർവസ്യ എന്ന് പറഞ്ഞാൽ എല്ലാം, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നുണ്ട്, ദുരാഗ്രഹം എന്നുണ്ട്. അപ്പൊ ആ ദുരാഗ്രഹങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവതി, ഹരേ നശിപ്പിക്കുന്ന, ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവതിയെ സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തി ഹരേ ദേവി, ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ നാരായണി ഭഗവതിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ സ്തോത്രത്തിന്റെ അർത്ഥം. അപ്പൊ എത്ര ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ സ്തോത്രം ജപിച്ചോളൂ, ഒരു ദുരിതവും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം. ഒരു 12 തവണ ചൊല്ലിക്കോളൂ. നിസ്സാര സമയമേ വേണ്ടൂ, ഒരു 5 മിനിറ്റേ വേണ്ടൂ. 5 മിനിറ്റ് തന്നെ വേണ്ട. 5-ലാണ് ശനി. 5-ൽ നിൽക്കുന്ന ശനിയും സന്താനങ്ങൾ നിമിത്തം തന്നെയുള്ള അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പല ഗ്രഹങ്ങളും വൃശ്ചികക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.